വെണ്ടയ്ക്ക തൈ നടാൻ വേണ്ടിയിട്ട് ചാണകപ്പൊടി, ചാണകം, ഉണങ്ങിയ ചാണകം പൊടിക്കുന്നതാണ്. അത് പൊടിച്ചു കഴിഞ്ഞ് മണ്ണുമായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം വേണം നമ്മൾ വെണ്ടയ്ക്ക തൈ നടാൻ. ഞാനിപ്പോൾ വെണ്ടയ്ക്ക തൈ നടാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഗ്രോ ബാഗിലാണ്. അപ്പോൾ അത് നല്ലോണം പൊടിഞ്ഞിട്ടില്ല, അപ്പോൾ കുറച്ചും കൂടി പൊടിയാറുണ്ട്. അപ്പോൾ കൈനെ കൊണ്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചു വിട്ടാൽ മതി. ഇപ്പം നിങ്ങൾ വിചാരിക്കേണ്ടാവും ഇവനെന്താ ഈ കാണിക്കുന്നത്, ഇവൻ വട്ടായോ വിചാരിക്കണ്ട. അത് പറമ്പത്ത് കുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാധാ പൊടിഞ്ഞ മണ്ണൊന്നും കിട്ടുന്നില്ല, അതുകൊണ്ടാണ് കട്ടമണ്ണെടുത്ത് അത് കട്ടമണ്ണ് പൊടിച്ചിടുന്നതാണ് നിങ്ങൾ കാണുന്നത്. അതിനുശേഷം നേരത്തെ പൊടിച്ചു വെച്ച ചാണകപ്പൊടിയും മണ്ണും നല്ലപോലെ മിക്സാക്കുക. അപ്പം നേരത്തെ പൊടിച്ചു വെച്ച ചാണകപ്പൊടി അതിലേക്ക് ഇട്ടു. അത് രണ്ടും തമ്മിൽ നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കണം. അതിനുശേഷം വേണം നമ്മളത് ഒരു ഗ്രോ ബാഗിലേക്ക് ആക്കാൻ. ഞാൻ ഏകദേശം ഒരു 5-6 ഗ്രോ ബാഗ് മാത്രമാണ് എടുത്തത്. അങ്ങനെ മണ്ണ് മൊത്തം മിക്സാക്കി കഴിഞ്ഞു. ഇനി വേണം നമുക്കത് ബാഗിലോട്ടേക്ക് നിറയ്ക്കാൻ വേണ്ടിയിട്ട്. വെണ്ടയ്ക്ക തൈ ഗ്രോ ബാഗിലേക്ക് നടുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, അത് മിസ്സായിപ്പോയി. അപ്പം എല്ലാവരും വീട്ടിൽ ചെറിയ ഉള്ള സ്ഥലത്ത് നമ്മൾ സ്വന്തം ആവശ്യത്തിനെങ്കിലും ചെറിയ രീതിയിൽ കൃഷി ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.